നമ്മൾ ഇന്ന് അർബൻ ആഡത്തിന്റെ സ്റ്റാർച്ച് എങ്ങനെയാണ് തുണിയിൽ മുക്കുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരു സ്റ്റാർച്ച് നല്ലൊരു ക്ലീൻ ആയ ഒരു ടിന്നിൽ സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട്. നല്ല ക്ലീൻ ആയ ടിന്നിൽ ഫില്ല് ചെയ്ത് അടച്ചു വെക്കുക. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം അത് ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കുക, അല്ലാത്ത സമയത്ത് അടച്ചു വെക്കുക. ഇത് തുണിയിൽ മുക്കാനായിട്ട് 2 സ്റ്റീൽ പാത്രങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഷർട്ടിനോ മുണ്ടിനോ നമ്മളൊരു 3 സ്പൂണാണ് എടുക്കുന്നത്. ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ 3 സ്പൂൺ എടുക്കുക. അതിലേക്ക് പച്ചവെള്ളം 1 ഗ്ലാസ് ഒഴിച്ച് നന്നായി ഏകദേശം 1 മിനിറ്റ് എങ്കിലും ഇളക്കുക. സ്റ്റാർച്ച് ഫുള്ളായിട്ട് ആ വെള്ളത്തിൽ അലിയുന്നത് വരെ ഇളക്കുക. അതിനുശേഷം എടുത്ത് മാറ്റി വെക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് 1 കപ്പ് വെള്ളം എടുക്കാം. അത് നമ്മൾ അടുത്ത സ്റ്റീൽ പാത്രത്തിൽ ഒഴിച്ച് നല്ലവണ്ണം തിളയ്ക്കുന്നത് വരെ ചൂടാക്കുക. ഈ തിളച്ച വെള്ളം എങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാർച്ചിലേക്ക് മിക്സ് ചെയ്യാമെന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാർച്ച് നല്ലവണ്ണം ഒന്ന് ഇളക്കുക. അതിലേക്ക് തിളച്ച വെള്ളം അങ്ങോട്ട് ഒഴിക്കുക. വെള്ളം ഒഴിക്കുന്തോറും അത് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഇളക്കുമ്പോൾ ജെല്ലി രൂപത്തിൽ കട്ടായി വരും. അപ്പോൾ നമ്മൾ 1 മിനിറ്റ് നേരത്തേക്ക് ഇങ്ങനെ പയ്യെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഇളക്കം നിർത്താവുന്നതാണ്. ഇപ്പോൾ ഈ കാണുന്ന ഒരു തിക്നെസ് കറക്റ്റ് നമുക്ക് തുണി മുക്കാവുന്ന ഒരു പാകമാണ്. നല്ല വൃത്തിയുള്ള ഒരു ബക്കറ്റിലേക്ക് നമ്മൾ ഇളക്കി വെച്ചിരിക്കുന്ന സ്റ്റാർച്ച് ഒഴിക്കാവുന്നതാണ്. സ്റ്റാർച്ച് മുക്കാൻ ഉദ്ദേശിക്കുന്ന മുണ്ടോ ഷർട്ടോ ഇതുപോലെ കഴുകി പിഴിഞ്ഞ് ഇതുപോലെ വിടർത്തി ഇതിൽ മുക്കാവുന്നതാണ്. മുണ്ട് സ്റ്റാർച്ചിലേക്ക് ഇട്ടതിന് ശേഷം നല്ലവണ്ണം ഇളക്കുക. ആ സ്റ്റാർച്ച് ആ മുണ്ടിലേക്ക് കയറുന്ന വരെ ഇളക്കുക. ഏകദേശം ഒരു 30 സെക്കൻഡെങ്കിലും ഇളക്കുക. ഏകദേശം ഒരു 5 മിനിറ്റ് ആ ബക്കറ്റിൽ തന്നെ അത് വെക്കുക. അതിനുശേഷം ഈ വീഡിയോയിൽ കാണുന്ന പോലെ പിഴിഞ്ഞ് നമുക്ക് പുറത്തെടുക്കാം. നല്ല രീതിയിൽ സ്റ്റാർച്ച് വേണമെങ്കിൽ ഒന്നുകൂടെ ആ ബക്കറ്റിൽ വെച്ച് മിക്സ് ചെയ്യുക. 5 മിനിറ്റ് അതിൽ ഒന്നുകൂടെ വെക്കുക. ഇതുപോലെ ലൈറ്റ് ആയിട്ട് സ്റ്റാർച്ച് പിഴിഞ്ഞ് കളഞ്ഞ് പുറത്തെടുക്കാവുന്നതാണ്. അതിനുശേഷം നല്ല വെയിലുള്ള സ്ഥലത്ത് ഇതുപോലെ വിരിച്ച് നമുക്ക് ഉണക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ റിസൾട്ട് ഒന്ന് കണ്ടു നോക്ക്. സ്റ്റാർച്ച് ചെയ്ത ഷർട്ടോ മുണ്ടോ അയൺ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യമുണ്ട്. അയൺ ചെയ്യുന്നതിന് മുമ്പ് തുണി വെള്ളം സ്പ്രേ ചെയ്ത് 5 മിനിറ്റ് വെച്ചതിന് ശേഷം അയൺ ചെയ്യുക. രണ്ടാമത്തെ കാര്യം, അയൺ ചെയ്യുമ്പോൾ തേപ്പൂട്ടിയിൽ ചെറുതായിട്ട് പ്രഷർ കൊടുത്ത് വേണം അയൺ ചെയ്യാൻ.